ആൻറ്റനകൾ കൃത്യമായ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യാൻ ഉപകരിക്കുന്ന വളരെ ഫലപ്രദമായ ഒരു ഉപകരണമാണ് നാനോ VNA. പേര് നാനോ എന്നാണ്, അതുപോലെ അത് കൊച്ചു ഉപകരണമാണ്. സാധാരണ നമ്മൾ ആൻറ്റന ട്യൂൺ ചെയ്യുമ്പോൾ ഒരു ലോ പവർ ട്രാൻസ്മിഷൻ റേഡിയോയിൽ നിന്ന് കൊടുത്തിട്ട് SWR എത്രയാണെന്ന് നോക്കി ഏത് ഫ്രീക്വൻസിയിലാണ് SWR ഏറ്റവും കുറവ് എന്നൊക്കെ കണ്ടുപിടിച്ച് വളരെ ശ്രമകരമായ ഒരു പ്രോസസ്സാണത്. പക്ഷേ നാനോ VNA ഉപയോഗിക്കുമ്പോൾ നാനോ VNAയിൽ നിന്ന് തന്നെ സിഗ്നൽ പോകുന്നതുകൊണ്ട് ഒരു 101 ഫ്രീക്വൻസിയുള്ള സിഗ്നലാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഒരു ഫ്രീക്വൻസി റേഞ്ച് കൊടുത്തു എന്ന് വിചാരിക്കുക, ഒരു 7 MHz തൊട്ടിട്ട് 27 MHz വരെയുള്ള ഒരു ഫ്രീക്വൻസി റേഞ്ച് നമ്മൾ അതിൽ സെറ്റ് ചെയ്താൽ ആ സെറ്റിൻ്റെ ഇടയിലുള്ള 101 ഫ്രീക്വൻസികളിൽ വളരെ ചെറിയൊരു സിഗ്നൽ ആൻറ്റനയിലേക്ക് നാനോ VNA കൊടുക്കും. ഓരോ സിഗ്നലും തിരിച്ചു വരുമ്പോൾ അതിൻ്റെ SWRഉം ബാക്കി പാരാമീറ്റേഴ്സൊക്കെ നാനോ VNA കണ്ടുപിടിച്ച് നല്ല നല്ല കേർവ്സും ഒക്കെ ആയിട്ട് നമുക്ക് തരും. അതാണ് നാനോ VNAയുടെ പ്രധാന ഉപയോഗം. ഇത് ഞാൻ എൻ്റെ മൾട്ടി ബാൻഡ് ഫാൻ ഡൈപോളിന് എങ്ങനെയുണ്ട് പ്രവർത്തനം എന്നറിയാൻ വേണ്ടിയിട്ട് നാനോ VNA ഉപയോഗിച്ച് നടത്തിയൊരു ടെസ്റ്റിൽ കിട്ടിയ SWR കേർവ്സാണ്. ഞാൻ സെറ്റ് ചെയ്ത ഫ്രീക്വൻസി ഇതിൽ കാണാം. താഴെ 6.5 MHz തൊട്ടിട്ട് 29 MHz വരെയുള്ള റേഞ്ചാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൽ 4 SWR ഡിപ്സ് കാണാം. ഒന്ന് 40 മീറ്ററിലുള്ളതാണ് 7 MHz, അത് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത് SWR 2.8 ഏകദേശം. പിന്നെ അടുത്ത ഡിപ്പ് കാണുന്ന അതിലും വലിയ ഡിപ്പാണ്, അപ്പോൾ SWR കുറച്ചുകൂടെ കുറവാണെന്ന് അർത്ഥം, മാർക്ക് ചെയ്തിട്ടില്ല. അത് 20 മീറ്ററിലാണ്, കാരണം അതിൽ 20 മീറ്റർ എലമെൻ്റ് ഉണ്ട്, 40 മീറ്റർ എലമെൻ്റ് ഉണ്ട്, 10 മീറ്റർ എലമെൻറ്റും ഉണ്ട്. 3 സെറ്റ് എലമെൻറ്റ്സാണ് ഉള്ളത്. പക്ഷേ 15 മീറ്ററിന് എലമെൻറ്റ്സ് ഇല്ല. 40 മീറ്ററിൻ്റെ 7 MHz ആൻറ്റന ഡൈപോൾ ആൻറ്റന ആകുമ്പോൾ സെൻറ്റർ ഫെഡ് ഡൈപോൾ സാധാരണ രീതിയിൽ തേർഡ് ഹാർമോണിക് എന്ന നിലയിൽ 15 മീറ്ററിലും റെസൊനേറ്റ് ചെയ്യും. അത് 21 MHz ആണല്ലോ. അപ്പോൾ 15 മീറ്ററിലും ഒരു SWR ഡിപ്പ് കാണാം. പിന്നെ 10 മീറ്ററിന് എലമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് 10 മീറ്ററിലും SWR ഡിപ്പ് കാണാം. ഇതാണ് മൾട്ടി ബാൻഡ് ഫാൻ ഡൈപോൾ ഉപയോഗിച്ചിട്ട് ഉള്ള ആൻറ്റനയ്ക്ക് നാനോ VNAയിൽ കാണുന്ന SWR ഡിപ്സ്. ഇതാണ് നാനോ VNA വരുമ്പോൾ അതിൻ്റെ പെട്ടി. അതിലെഴുതിയ മാതിരി വെരി ടൈനി ഹാൻഡ് ഹെൽഡ് വെക്റ്റർ നെറ്റ്വർക്ക് അനലൈസർ, വളരെ ചെറുതാണ്. ഇത് ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചു തന്നെയാണ്. വളരെ ചുരുക്കി പറയാം, നാനോ VNA താഴെ കാണുന്നത്, മുകളിൽ അതിൻ്റെ പെട്ടി, പിന്നെ അതിൻ്റെ കേബിളുകൾ, 2 തരം ചാർജിങ് കേബിൾ, USB-C to USB-Cയും USB Type A to USB-Cയും ചാർജിങ് കേബിൾ കാണാം. പിന്നെ 2 SMA to SMA ജമ്പർ വയറുകളുണ്ട്. പിന്നെ ഒരു ഗിറ്റാർ പിക്ക് ഉണ്ട്. പിന്നെ കാലിബ്രേഷൻ കിറ്റാണ് ആ ഒരു പ്ലാസ്റ്റിക് കവറിൽ കാണുന്നത്. SMA ഓപ്പൺ, SMA ഷോർട്ട്, SMA 50 ohms ലോഡ്, പിന്നെ ഒരു ബാരൽ കണക്ടറും. ഉപകരണം വരുമ്പോൾ അതിൻ്റെ ഒരു മെനു സ്ട്രക്ചർ മാപ്പ് കിട്ടും. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കതിൽ നോക്കിയാലും മെനുവിൽ ഓരോന്നോരോന്ന് ക്ലിക്ക് ചെയ്ത് പോയാൽ ഈ ഡീറ്റെയിൽസൊക്കെ അതിൽ കാണാം. പിന്നെ ക്ലിക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാർട്ട് ഉപയോഗിച്ചിട്ട് ഓരോ മെനുവിലും സബ് മെനു ഏതാണുള്ളതെന്നൊക്കെ ഉള്ളത് വിശദമായിട്ട് അറിയാം. പക്ഷേ ആദ്യത്തിൽ ഒരു SWR നോക്കാൻ മാത്രം ഇത്ര ഡീറ്റെയിൽസ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. പ്രധാനമായിട്ട് ഞാൻ നോക്കുന്ന SWR ആണ്. വേറെ ചില കാര്യങ്ങളതിൽ ഞാൻ നോക്കിയിട്ടുണ്ട്, കേബിളിൻ്റെ ലെങ്ത്ത്, ഇമ്പീരിയൻസൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും അത്ര സാധാരണ ഒരു ഹാമിന് ആവശ്യമില്ല. ഈ നാനോ VNA എൻ്റെ കയ്യിലുള്ളത് നാനോ VNA H ആണ്. അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച്, ഉപയോഗിക്കാവുന്ന ഫ്രീക്വൻസി 50 kHz തൊട്ടിട്ട് 300 MHz വരെ ഒരു റേഞ്ച്. പിന്നത്തെ റേഞ്ച് 300 MHz to 900 MHz. പിന്നെ 900 MHz, അതായത് 0.9 GHz തൊട്ടിട്ട് 1.5 GHz. അപ്പോൾ മൊത്തത്തിൽ 50 kHz തൊട്ടിട്ട് 1.5 GHz വരെ ഉപയോഗിക്കാം. ഇതിന് പവർ കൊടുക്കുന്നത് 5 volt USB പവറാണ്. സാധാരണ USB ആണ്, അതാണ് 500 mAh മാക്സിമം എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സോഫ്റ്റ്വെയർ വേർഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് ഇതിലേക്ക് വരാൻ പാടില്ല എന്നുള്ളത് പ്രത്യേക ഒരു മുൻകരുതലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇന്നലത്തെ വീഡിയോയിലുള്ള തന്നെയാണ്. ചാർജിങ് കേബിളാണ്, Type A to Type C USB ചാർജിങ് കേബിളാണ്. ഇത് ഇപ്പോഴത്തെ പല
മൊബൈൽ ഫോൺ ചാർജേഴ്സിലും ടൈപ്പ് എ പ്ലഗ് കുത്താൻ പറ്റില്ല, അതിൽ ടൈപ്പ് സി തന്നെ വേണം. അപ്പോൾ അങ്ങനത്തേക്ക് ഇത് ഉപയോഗിക്കാം. ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിങ് കേബിൾ. ഇവിടെ ആ നാനോ വിന് 2 SMA ടു SMA ജമ്പർ വയറും കാണാം. ഇത് നേരത്തെ പറഞ്ഞ ഗിറ്റാർ പിക്ക് മെനു ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കാം. വിരലുകൊണ്ട് തൊട്ടാലും നടക്കും, പക്ഷേ ഇത് കുറച്ചുകൂടെ കൃത്യമായിട്ട് തൊടാൻ പറ്റും. ഇത് നേരത്തെ പറഞ്ഞ SMA ഓപ്പൺ, പിന്നെ ബാരൽ കണക്ടർ, പിന്നെ SMA ഷോർട്ട്, പിന്നെ 50 ohms ലോഡ്, ഇതൊക്കെയാണ് ഇതിൽ. ഇത് ആ കണക്റ്റേഴ്സിൻ്റെ മറുവശം. ഇത് ആ മെയിൻ നാനോ വിനെ മാത്രമുള്ളതാണ്. സൈഡിൽ 2 പോർട്ടുണ്ട്. ആ പോർട്ടിൽ 2 പ്ലാസ്റ്റിക് ക്യാപ്പും കാണാം. പിന്നെ ഒരു പീലവേ ഷീറ്റ് ഉണ്ട്, പോളിത്തീൻ ഷീറ്റ് സ്ക്രീൻ പ്രൊട്ടക്ടറായിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ പോർട്ട് 1 S11 എന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് SWR നോക്കാൻ ഉപയോഗിക്കുന്നത്. ഓസിലേറ്റർ എന്നുള്ള ചെറിയ സിഗ്നൽ SWR നോക്കാൻ വേണ്ടിയിട്ട് ആൻറ്റനയിലേക്ക് അയക്കും. അതിൻ്റെ റിഫ്ലക്ടർ പവറും ഫോർവേഡ് പവറും 2 കമ്പയർ ചെയ്തിട്ടാണ് SWR നാനോ വിനെ മെഷർ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ പോർട്ട് കേബിളിൻ്റെ ഇൻസേർഷൻ ലോസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ 2 പോർട്ടിലേക്കും കണക്ട് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ പോർട്ടിൽ നിന്ന് അയക്കുന്ന സിഗ്നൽ രണ്ടാമത്തെ പോർട്ടിൽ റിസീവ് ചെയ്തിട്ട് ആണ് ഇൻസേർഷൻ ലോസ് നോക്കുന്നത്. ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചാണ്. അത് അങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ ഓണാവും. പിന്നെ USB-C പോർട്ടാണ് അതിൻ്റെ ഒരു സൈഡിൽ കാണുന്നത്. മറ്റേ സൈഡിൽ ഒരു ജോഗ് വീല് കാണാം. മെനു മാറ്റാനും ഉപയോഗിക്കാം. പിന്നെ മാർക്കർ നീക്കാനും ഉപയോഗിക്കാം. പവർ സ്വിച്ച് അങ്ങോട്ട് നീക്കി കഴിയുമ്പോൾ ഓണായി കഴിഞ്ഞാൽ അവിടെ ബ്ലൂ LED ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. USB-C കേബിളിൽ കൂടെ പവർ കൊടുക്കുമ്പോൾ, ചാർജിങ് പവർ കൊടുക്കുമ്പോൾ അത് റെഡ് LED ആണ് കത്തുക. മറ്റേ സാധാരണ വർക്ക് ചെയ്യണത് ഇൻറ്റേർണൽ ബാറ്ററി കൂടെയാണ്. അപ്പോഴാണ് ബ്ലൂ LED ബ്ലിങ്ക് ചെയ്യുന്നത്. ചാർജിങ് സമയത്ത് നമ്മൾ സാധാരണ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എക്സ്റ്റേണൽ പവർ സപ്ലൈ വെച്ചിട്ടല്ല നാനോ വിനെ വർക്ക് ചെയ്യണത്, ഇൻറ്റേർണൽ ബാറ്ററി വെച്ചിട്ടാണ്. ആ ബാറ്ററി ചാർജ് ചെയ്യാനാണ് USB-C കേബിൾ ഉപയോഗിക്കുന്നത്. ഈ മൾട്ടി ഫങ്ഷൻ റോട്ടറി സ്വിച്ച് താഴേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മെനു തുറന്നു വരും. അത് സൈഡിലേക്ക് നീക്കി കഴിഞ്ഞാൽ മെനുവിൽ നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് തന്നെ ഉപയോഗിച്ചിട്ട് ഓരോ കർവുകളുണ്ടാകുമ്പോൾ അതിലെ മാർക്കർ അങ്ങോട്ട് കൂടെ നീക്കാം. അപ്പോൾ ആ മാർക്കർ ഉള്ള സ്ഥലത്തെ SWRഉം മറ്റ് മെഷേർഡ് വാല്യൂസും അതിൽ മുകളിൽ കാണിക്കും. മൾട്ടി ഫങ്ഷൻ റോട്ടറി സ്വിച്ച് മെനു ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കാമെന്ന് പറഞ്ഞല്ലോ. മുമ്പ് ഞാൻ ചെയ്തിരുന്നത് സ്റ്റൈലിസ് വെച്ചിട്ടാണ്. ഇതിപ്പോൾ അവിടെ ഒന്ന് പ്രസ് ചെയ്തു, അപ്പോൾ മെനു വന്നു. അപ്പോൾ മെനുവിലെ കാര്യങ്ങളൊക്കെ അതിൽ വായിക്കാൻ പറ്റും. ഡിസ്പ്ലേ, മാർക്കർ, സ്റ്റിമുലസ്, കാലിബ്രേറ്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും കാണാം. ഇനിയിപ്പോൾ അതിൽ നാവിഗേറ്റ് ചെയ്യണമെങ്കിൽ ഇതാ വലത്തോട്ട് തിരിച്ചാൽ താഴേക്ക് പോവും, ഇടത്തോട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ മുകളിലേക്കും പോവും. ഇതപ്പോൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓരോന്ന് നമ്മൾ സെലക്റ്റഡായി വന്നു, കണ്ടില്ലേ? ഇപ്പോൾ സ്റ്റിമുലസാണ് സെലക്റ്റഡ് ആയിരിക്കണേ. റീകോൾ, മെഷർ. ഇനി മുകളിലേക്കൊന്ന് തിരിച്ചു നോക്കാം. അപ്പോൾ ഇപ്പോൾ റീകോളിലേക്ക് തിരിച്ചു പോയി. സ്റ്റിമുലസ്, മാർക്കർ, തിരിച്ച് നമുക്ക് ഡിസ്പ്ലേയിൽ തന്നെ എത്താം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്താൽ അത് എക്സിക്യൂട്ട് ചെയ്യും, അടുത്ത മെനുവിലേക്ക് പോകും. അതാ ട്രേസ് എന്ന് പറഞ്ഞ മെനുവിലേക്ക് പോയിരിക്കുന്നു. അതാണ് ഇതിൻ്റെ മൾട്ടി ഫങ്ഷൻ റോട്ടറി സ്വിച്ച് ജോഗ് വീലിൻ്റെ ഉപയോഗം. നേരത്തെ നമ്മൾ ട്രേസ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സബ് മെനുവിലേക്ക് ട്രേസ് 0, 1, 2, 3 ഇത്രയും ട്രേസുകൾ ഉള്ളതായിട്ട് ആ കളറിൽ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളറിലാണ് കാണുന്നത്. ഈ അതേ റോട്ടറി സ്വിച്ച് ഉപയോഗിച്ചിട്ട് മാർക്കർ എങ്ങനെയാണ് നീക്കുന്നത് കാണിച്ചു തരാം. അതാണ് മാർക്കർ. 3 മാർക്കറുണ്ട്, മുകളിലുണ്ട്. ഓരോ ട്രേസിനും ഓരോ മാർക്കർ ഉണ്ടാവും. ഇത് മൂവ് ചെയ്യുമ്പോൾ എല്ലാം ഒന്നിച്ചാൽ മൂവ് ചെയ്യാം. എല്ലാ ട്രേസിലുള്ള മാർക്കർ നീങ്ങിക്കൊണ്ടിരിക്കണുണ്ടല്ലേ. അപ്പോൾ നമ്മൾ വലത്തോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ തിരിച്ച് കഴിയുമ്പോൾ മറ്റേ ഭാഗത്തേക്കും തിരിയും. അപ്പോൾ നമുക്ക് ഓരോ കർവിൻ്റെ ആ ഭാഗത്തെ വാല്യൂ അപ്പോൾ അവിടെ മുകളിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. പല വാല്യൂസ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കണ്ടില്ലേ. നാനോ വിനയുടെ സ്ക്രീനിൽ കുറേ ട്രേസിങ്ങുകൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ ഇപ്പോൾ കളഞ്ഞിട്ടായിരിക്കുന്നത്. ഇത് ഓരോന്ന് ആക്ടിവേറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സ്റ്റൈലസ് കൊണ്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ മെനു വന്നു.
മെനുവിൽ നമ്മൾ ഡിസ്പ്ലേ എടുത്തു. ഡിസ്പ്ലേയിൽ നിന്ന് നമ്മൾ ട്രേസ് ഓരോ സബ് മെനു ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ട്രേസുകൾ 0, 1, 2, 3 അപ്പിയർ ചെയ്തു അതിൻ്റെ മെനു. ഇനി ഇപ്പോൾ ഓരോന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്ത് നോക്കാം. ട്രേസ് 0 ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ അത് ആ മുകളിൽ ഒരു മാർക്കറും ആയിട്ടൊരു ട്രേസിങ്, അത് ശരിക്കും ക്ലിയർ ആയിട്ടില്ല, അവിടെ കുറച്ച് ലൈറ്റ് പ്രശ്നമുണ്ട്. അതാ അടുത്ത ട്രേസിങ് താഴെ വന്നിട്ടുണ്ട്, അത് ശരിക്കും കാണാനുണ്ട് ട്രേസിങ്. ഇതിപ്പോൾ ഒരു കണക്ഷനും ഇല്ലാതെ വെറുതെ നാനോവിനെ വെച്ച് ഓണാക്കിയിട്ടുള്ള ട്രേസിങ് ആട്ടോ കാണിക്കുന്നത്. ആൻ്റണിയൊന്നും കണക്ട് ചെയ്തിട്ടില്ല. ട്രേസ് 2 അത് സ്മിത്ത് ചാർട്ടാണ്. ആൻ്റണിയെ പറ്റി പഠിക്കാനുള്ളൊരു പ്രത്യേക സംവിധാനമാണ് സ്മിത്ത് ചാർട്ട്. അത് കുറേ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. ഇത് ട്രേസ് 3 പിങ് ട്രേസിങ്. ഇതൊക്കെയായിരുന്നു ആദ്യം കണ്ടിരുന്നത്. നമ്മൾ നാനോവിനെ ഓണാക്കി കാണിച്ചപ്പോൾ കുറേ ട്രേസിങ്ങുകൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ആകെപ്പാടെ ഒരു സുഖമില്ലാത്ത പോലെ. ഇനിയിപ്പോൾ ഓരോന്ന് കളയാം. ട്രേസ് 3 കളഞ്ഞു. വീണ്ടും അമർത്തുമ്പോൾ അത് കളയും. 2 പോയി, 1 പോയി, ട്രേസ് 0 പോയി. അപ്പോൾ പഴയ പോലെ ഇപ്പോൾ ട്രേസിങ്ങുകളൊന്നുമില്ല. അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ട്രേസിങ്ങുകൾ ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യാം. അതിൻ്റെ വഴിയാണ് ഇപ്പോൾ കാണിച്ചത്. അടുത്തതായിട്ട് നാനോവിനെ കാലിബ്രേഷനെ പറ്റി ആലോചിക്കുമ്പോൾ ഫ്രീക്വൻസി റേഞ്ച് സെറ്റ് ചെയ്യണം. താഴെ നോക്കിയാൽ കാണാം സ്റ്റാർട്ട് എന്നുള്ളതിൻ്റെ അപ്പുറത്ത് 50 kHz തൊട്ടിട്ട് ഇങ്ങേ തലക്കിൽ വന്നു കഴിഞ്ഞാൽ 900 MHz വരെയാണ് അതിൻ്റെ റേഞ്ച് ഇതിലുള്ളത്. നേരത്തെ പറഞ്ഞ മൾട്ടി ബാൻഡ് ഫാൻ ഡൈപോൾ ആൻറ്റന ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ കാണാം എലമെൻറ്റ്സ് 3 ബാൻഡിനുണ്ട്. 40-ക്കുണ്ട്, 20-ക്കുണ്ട്, 10 മീറ്ററിനുണ്ട്. പിന്നെ 15 മീറ്ററിൽ വർക്ക് ചെയ്യും 40 മീറ്റർ എലമെൻ്റ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ തേർഡ് ഹാർമോണിക് എന്ന നിലയിൽ. നാനോവീനിലെ കുറേ ട്രേസിങ്സ് നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഇനി ഒന്ന് സെറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ താഴെ ഒരു സ്കെച്ച് ഡയഗ്രാം കാണാം ഫാൻ ഡൈപോളിൻ്റെ. അത് നോക്കിയാൽ കുറച്ചുകൂടെ മനസ്സിലാവും. പിന്നെ ഞാനവിടെ അത് അത്ര പെർഫെക്റ്റ് ഒന്നല്ല, ഇൻവെർട്ടഡ് വി ആണത്. അപ്പോൾ ഇനി ഇവിടെ മെനു തുറക്കുകയാണ്. നാനോവിനിൽ ഡിസ്പ്ലേ എടുത്തു. ഡിസ്പ്ലേയിൽ നിന്ന് ഇനിയിപ്പോൾ ഇത് ചില സമയത്ത് ആ ഫോക്കസ് പോകുന്നുണ്ട്, അതാണ് ചിലത് ക്ലിയർ ആയിട്ട് കാണാത്തത്. ട്രേസുകൾ അപ്പോൾ ഓരോരോ ട്രേസിങ്ങുകളായിട്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കാണിച്ചു തന്നല്ലോ, അതേപോലെ തന്നെ ട്രേസിങ്ങുകളൊക്കെ കളഞ്ഞു. ഇനിയിപ്പോൾ SWR ട്രേസിംഗ് ആണ് മേലെ കാണുന്ന ആ മഞ്ഞ ട്രേസിങ്. താഴെ ഒരു വേറെ ട്രേസിംഗ് ഉണ്ട്, അത് പിന്നെ ഫീൽഡിലല്ലാത്തതുകൊണ്ട് വലിയ ശല്യമില്ല, അതവിടെ നിന്നോട്ടെ നിശ്ചു, അത് മാറ്റിയില്ല. പിന്നെ ഇനി നമുക്കത് ഇപ്പോൾ മുകളിൽ കാണുന്നത് S11 ലോഗ് മാക് 10 dB എന്നൊക്കെയാണ്. അപ്പോൾ ഇനി അതിൻ്റെ സെറ്റിങ്സൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. നമുക്ക് SWR 1:2 എത്രയെന്നുള്ള തരത്തിൽ കിട്ടുന്ന തരത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിപ്പോൾ മെനു ക്ലിയറായിട്ട് കാണാത്തതുകൊണ്ട് പറയാൻ വയ്യ. അത് ചിലപ്പോൾ മൊബൈൽ വഴി എടുക്കുമ്പോൾ ക്ലിയറായി വരുന്നില്ല. അപ്പോൾ മെനുവിൽ നമ്മളത് 1 സ്കെയിൽ ഡിവിഷൻ എന്നുള്ളത് 1 ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ 1:2 എത്രയെന്ന് പറഞ്ഞിട്ട് SWR കാണും. ഇനിയിപ്പോൾ ഫ്രീക്വൻസി റേഞ്ച് സെറ്റ് ചെയ്യുന്ന കാണിക്കാം. ആ ഡിസ്പ്ലേയിൽ നിന്ന് ആദ്യത്തേത് സ്റ്റാർട്ട് ഫ്രീക്വൻസി 6.5 MHz വെച്ചിട്ടുണ്ട്. മെഗാഹെർട്സിന് mm, കിലോഹെർട്സിന് kയും ആണ് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തത് സ്റ്റോപ്പ് ഫ്രീക്വൻസിയാണ് എടുക്കുന്നത്. അപ്പോൾ അത് 29, നമ്മൾ ഉദ്ദേശിക്കുന്ന റേഞ്ചിൻ്റെ അപ്പുറമായിട്ട് വരണത് അത് മെഗാഹെർട്സ്. കിലോഹെർട്സും വേണമെങ്കിൽ എടുക്കാം, പക്ഷേ അത് വളരെ ചെറിയ റേഞ്ചായി പോകും. അപ്പോൾ നമുക്ക് താഴെ കാണാം, ഏറ്റവും താഴെ സ്റ്റാർട്ട് എന്നുള്ളതിൻ്റെ അവിടെ 6.5 MHz സ്റ്റോപ്പ് ഉള്ളതിൻ്റെ അവിടെ 29 MHz കാണും. അപ്പോൾ ഇനിയാണ് നേരത്തെ പറഞ്ഞ ജമ്പർ കേബിൾ ഉപയോഗിക്കാൻ പോകുന്നത്. ആ ഒരു എൻഡിൽ അത് SMA മെയിൽ കണക്ടറാണ്, അതവിടെ SMA ഫീമെയിലേക്ക് കണക്ട് ചെയ്യും. ഇവിടെ ഒരു SMA മെയിലുണ്ട്, അതിൽ ഒരു അഡാപ്റ്ററുണ്ട്, SMA ഫീമെയിൽ ടു ഫീമെയിൽ അഡാപ്റ്റർ എന്നോ ബാരൽ കണക്ടർ എന്നൊക്കെ പറയാത്. അപ്പോൾ ആ ജമ്പർ കേബിൾ അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, S11 പോർട്ടിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങേ തലക്കിൽ ഓപ്പൺ SMA ഓപ്പൺ, ആ കാലിബ്രേഷൻ കിറ്റിലെ SMA ഓപ്പൺ ആണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്തു. അപ്പോൾ ഇനി കാലിബ്രേഷനാണ്. മെനു എടുക്കുക, എന്നിട്ട് അതിൽ കാലിബ്രേറ്റ് എന്നുള്ളത് എടുക്കണം. പിന്നെ അതിൻ്റെ ശേഷം 101 ഫ്രീക്വൻസി എന്നുള്ള അതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ആദ്യം നമ്മൾ റീസെറ്റ് ചെയ്യും.
പഴയ കാലിബ്രേഷൻ്റെ അത് റീസെറ്റ് ചെയ്യണം. അതിൻ്റെ ശേഷമാണ് അപ്പോൾ അതിനനുസരിച്ച് ആ കർവിൽ മാറ്റം വരണ കാണാം. പിന്നെ നമ്മൾ ഓപ്പൺ എന്നുള്ളത് കാലിബ്രേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യും. അത് മുകളിൽ ഓപ്പൺ എന്നാണ് കാണുന്നത്. അപ്പോൾ ഒരു കാലിബ്രേഷൻ ഒരു നീല വര നീങ്ങണ കാണും. നീല വര നീങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അത് തൊട്ടടുത്ത ഓപ്പൺ എന്ന് മാറിയിട്ട് ഷോർട്ടിലേക്ക് മാറും. അതവിടെ കണ്ടത്. ഇനിയിപ്പോൾ ആ കാലിബ്രേഷൻ SMA ഷോർട്ട് വെച്ചിട്ടാണ് അതാ കണക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ കണക്ടറാണ് SMA ഷോർട്ട്. അത് കണക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതവിടെ അപ്പം മെനുവിൽ ഓൾറെഡി ഷോർട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് അതൊന്ന് തൊട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ മുകളിൽ ശ്രദ്ധിച്ചാൽ അറിയാം ഒരു ബ്ലൂ ലൈൻ നീങ്ങണ കാണാം. അപ്പോൾ അതവിടെ കാലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് മൂവ് ചെയ്തു, അടുത്ത ലോഡിലേക്ക് മൂവ് ചെയ്യും. ഇനി SMA ഡമ്മി ലോഡ് 50 ohms ആണ്. അതൊരു സിൽവറി കളറാണ് അതിന്. അപ്പോൾ അതാണ് ഇനി കണക്ട് ചെയ്യുന്നത്. അത് ടൈറ്റാക്കി കണക്ട് ചെയ്തു. എന്നിട്ട് ഇനിയിപ്പോൾ ലോഡ് എന്നതിൽ കാണുന്നില്ലേ? പക്ഷെ അത് നേരെ വയ്ക്കുമ്പോൾ നന്നായിട്ട് കാണും, തിരിച്ചെടുക്കുമ്പോൾ ശരിക്കും അത്ര ക്ലിയർ അല്ല. ഇപ്പോൾ ക്ലിയറാണ്. അപ്പോൾ ലോഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഒരു ബ്ലൂ ലൈൻ പോവും. അത് കാലിബ്രേഷനായി. ഇനിയിപ്പോൾ ഐസൊലേഷൻ ത്രൂ എന്നുള്ളതൊക്കെ നമ്മൾ അങ്ങ് സ്കിപ്പ് ചെയ്യുക. അതൊന്നും ആവശ്യമില്ല. പിന്നെ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആ പ്രോസസ്സ് കഴിഞ്ഞു. ഇനിയുള്ളത് SD കാർഡിൽ സേവ് ചെയ്യണമെങ്കിൽ ഒരു മൈക്രോ SD കാർഡ് ഇതിൻ്റെ താഴെ ഒരു SD കാർഡ് സ്ലോട്ടുണ്ട്, മൈക്രോ SD സ്ലോട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കാർഡ് ഇട്ടുണ്ടെങ്കിൽ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ റീകോൾ ചെയ്യുമ്പോൾ ഒന്നും കാണില്ല, പിന്നീട് റീകോൾ ചെയ്യുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ SD കാർഡ് ഇട്ടിട്ട് പിന്നെ സേവ് കാലിബ്രേഷൻ കൊടുക്കണം. അപ്പോൾ SD കാർഡ് സെലക്ട് ചെയ്തു, എന്നിട്ട് സേവ് കാലിബ്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സേവ് കാലിബ്രേഷൻ. അപ്പോൾ ഏത് മെമ്മറിയിലേക്കാണ് ചൂസ് ചെയ്യണമെന്ന്. അപ്പോൾ നേരത്തെ 1, 2 ചൂസ് ചെയ്തിരുന്നതുകൊണ്ട് ഇപ്പോൾ 3 ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ സേവ് ചെയ്യാൻ പറഞ്ഞു. ഇനി അതൊന്ന് റീകോൾ ചെയ്ത് നോക്കാം. ഇനി റീകോൾ ചെയ്യുമ്പോൾ ഏത് എന്നാണ് എടുക്കേണ്ടതെന്ന് ചോദിക്കും, ഏത് മെമ്മറി എടുക്കേണ്ടത്. മൾട്ടിപ്പിൾ മെമ്മറീസ് ഉണ്ടെങ്കിൽ അപ്പോൾ റീകോൾ കൊടുക്കുമ്പോൾ ലോഡ് ചെയ്യാൻ പറയും. അപ്പോൾ ലോഡ് ചെയ്താൽ 0 തൊട്ടിട്ട് 3 വരെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3 എടുത്തു കഴിയുമ്പോൾ ആ റേഞ്ച് അവിടെ കാണിക്കും. 6.5 മുതൽ 29 MHz വരെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കും. പിന്നെ ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന SMA 50 ohms ലോഡല്ലേ, അതൊരു നല്ല മാച്ചിങ്ങുള്ള ലോഡാണല്ലോ, ആൻറ്റിന അല്ലല്ലോ. അപ്പോൾ ആ 1:1 SWR കിട്ടും. അപ്പോൾ അതാണ് ഡമ്മി ലോഡ്. ഇതിപ്പോൾ SD കാർഡ് ഉപയോഗിക്കുന്ന ഒന്നുകൂടെ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് 3 MHz തൊട്ടിട്ട് 4 MHz, സ്റ്റാർട്ട് 3ഉം സ്റ്റോപ്പ് 4ഉം ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് വേറെ ആൻറ്റനിക്ക് വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്. നമ്മളതൊന്ന് സേവ് ചെയ്യാൻ നോക്കുകയാണ്. 0 മെമ്മറി ചാനൽ 0ലേക്ക് കാലിബ്രേഷൻ സേവ് ചെയ്യാൻ നോക്കി. അപ്പോൾ കണ്ടില്ലേ, ഫെയിൽ റൈറ്റ്. SD കാർഡിലേക്ക് എഴുതാൻ പറ്റിയില്ല. കാരണം വേറെ ഒന്നുമില്ല, ഇത് SD കാർഡ് ഊരി വെച്ചിട്ടുള്ള ടെസ്റ്റാണ്. അപ്പോൾ SD കാർഡിലേക്ക് സേവ് ചെയ്യാൻ പറഞ്ഞാൽ സേവ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു 32 GB മൈക്രോ SD കാർഡ് എടുത്തു. അപ്പോൾ കാർഡ് വരുന്നത് ഒരു കവറിലായിരിക്കുമല്ലോ. കവറിൽ നിന്നൊക്കെ എടുത്ത് ഞാൻ ഇവിടെ കാർഡ് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഒരു ബ്രെഡ് ബോർഡിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. നാനോ വിയന്നയുടെ താഴെ ഭാഗത്താണ് മൈക്രോ SD കാർഡിന് സ്ലോട്ടുള്ളത്. അവിടെ കാർഡ് വെച്ചിട്ടുണ്ട്. കാർഡ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യണമെന്ന് കാണിക്കുകയാണ്. ആദ്യം ഇങ്ങനെ പകുതി വെച്ചു, അത് കഴിഞ്ഞിട്ട് പുഷ് ചെയ്ത് അങ്ങോട്ട് ക്ലിക്ക് ചെയ്യണ തരത്തിലാക്കുക. അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ SD കാർഡ് നാനോ വിയന്നയുടെ അകത്തായി. ഇപ്പോൾ ഇനി അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആയിട്ടുണ്ട്. അപ്പോൾ SD കാർഡ് ഇട്ട് കഴിഞ്ഞ ശേഷം സേവ് ചെയ്യാൻ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കുകയാണ്. സേവ് ടു SD കാർഡ് കൊടുത്തു നോക്കാം. ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. 0 ചാനൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ അത് സേവായി. 0.cal എന്ന് പറഞ്ഞിട്ട് അതവിടെ സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതിന് ശേഷം നാനോ വിയന്നെ ഓഫാക്കി, എന്നിട്ട് ഇനി രണ്ടാമത് ഓണാക്കി നോക്കുകയാണ്. അപ്പോൾ എന്താണ് ആ ഫ്രീക്വൻസി സെറ്റിങ്സിന് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. അത് പഴയ പൊടിയായി. അതായത് ഡിഫോൾട്ട് സെറ്റിങ്ങിലേക്ക് പോയി. 50 kHz 900 MHz സ്റ്റാർട്ടും സ്റ്റോപ്പും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ SD കാർഡിൽ സേവ് ചെയ്തത് നമുക്ക് തിരിച്ചെടുക്കാം. അതാണ് സേവ് ചെയ്താലുള്ള ഗുണം. അപ്പോൾ അതാ SD കാർഡ് നമ്മൾ ചൂസ് ചെയ്യുക, മെനു തുറന്നിട്ട്, എന്നിട്ട് നമ്മൾ ലോഡ് കൊടുക്കുക. ഇപ്പോൾ ലോഡ് പലതരം ലോഡുകളുണ്ട്. ഇതിപ്പോൾ ലോഡ് കാലിബ്രേഷനാണ് കൊടുക്കേണ്ടത്. ലോഡ് കാലിബ്രേഷൻ കൊടുത്തു. അപ്പോൾ അത് ആ മുകളിൽ ഏത് കാലിബ്രേഷനാണുള്ളത് 0. അപ്പോൾ ആ 0 കാലിബ്രേഷൻ നമ്മൾ
തിരഞ്ഞെടുത്തു. അപ്പോൾ കണ്ടില്ലേ 3 MHz to 4 MHz താഴെ സ്റ്റാർട്ടും സ്റ്റോപ്പും ഫ്രീക്വൻസി വന്നിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് ഒരു ഫ്രീക്വൻസി സെറ്റിംഗ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീകോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ മൾട്ടി ബാൻഡ് ഫാൻ ഡൈപ്പോളിലേക്ക് തിരിച്ചു വരാം. അതിൻ്റെ കേബിളാണിത്, PL259 കണക്ട് ചെയ്യുന്ന SO239ലേക്ക്. അപ്പോൾ ഒരു SMA to SO239 അഡാപ്റ്ററാണ് അവിടെ ജമ്പർ കേബിളിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാലേ ഇത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കണക്ട് ചെയ്ത ഉടനെ തന്നെ SWR ട്രേസിങ്, നേരത്തെ കാണിച്ച SWR ട്രേസിങ് വന്നു. കുറേ 4 ഡിപ്പും പിന്നെ കുറച്ച് ഹൈസൊക്കെ കാണാം. ഇതാ ഒരു ഡിപ്പ്, അതതിൻ്റെ മുകളിൽ വേറെ ഹൈ, പിന്നൊരു ഡിപ്പ്, പിന്നൊരു ഡിപ്പ്, പിന്നൊരു ഡിപ്പ്, അതിൻ്റെ ഇടയിൽ വേറെ ഹൈയും കൂടി ഉണ്ടായിരുന്നു. ഇനി ആ മാർക്കർ നീക്കിയിട്ട് ഓരോ പോയിന്റിൽ SWR കണ്ടുപിടിക്കുന്നത് കാണിച്ചു തരാം. ആ ജോഗ് വീൽ ഉപയോഗിച്ചിട്ടാണ് നീക്കുക. അത് ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലെത്തി. ഇത് 10 മീറ്ററിൻ്റെ റേഞ്ചിലുള്ള ലോവസ്റ്റ് പോയിൻ്റാണ്. പക്ഷേ 10 മീറ്റർ അമേച്ചർ ബാൻഡിലല്ല അത് വന്നിരിക്കുന്നത്. കാരണം റെസൊണൻസ് കുറച്ച് താഴെയാണ്, 27.425 ആണ്. അപ്പോൾ ശരിക്കുള്ള അമേച്ചർ ബാൻഡിൽ നോക്കിയാൽ SWR കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ ഡിപ്പ് വന്ന സ്ഥലം കാണിച്ചു തരികയാണ്. ആ ഭാഗത്താണ് റെസൊണൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആ ആൻറ്റന അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അവിടെ തന്നെ 1.182 ആണുള്ളത്. അപ്പോൾ ഇനി അത് ഇത് നമുക്കൊരു ആൻറ്റന ട്രിം ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടൊക്കെ അത് ശരിയാക്കി എടുക്കാൻ പറ്റും. പക്ഷേ മൾട്ടി ബാൻഡിൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മാത്രം. അപ്പോൾ ഇനി ഇത് ശരിക്കുള്ള അമേച്ചർ ബാൻഡ് റേഞ്ചിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ SWR കൂടുതൽ കാണാം, 2.25 ഉണ്ട്. അപ്പോൾ ശരിക്കും 10 മീറ്റർ ബാൻഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ 2.25 ഒക്കെ ഉണ്ടാവും. അത് ഞാൻ ട്യൂൺ ചെയ്തെടുക്കും. അതായത് ആൻറ്റന ട്യൂണിങ് അല്ല, ഇൻറ്റേർണൽ ട്യൂണർ ഉണ്ടല്ലോ, ഓട്ടോമാറ്റിക് ആൻറ്റന ട്യൂണർ എൻ്റെ റേഡിയോയിലുണ്ട്. അത് വെച്ച് ട്യൂൺ ചെയ്യുക. കാരണം മൾട്ടി ബാൻഡ് ആൻറ്റന ട്രിം ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് റെഡിയാക്കി എടുക്കണമെങ്കിൽ നല്ല പണിയാണ്. ഇനിയിപ്പോൾ അടുത്ത ഡിപ്പ് നോക്കി, ഇത് 21 MHz ഇത് 1.35 ഒക്കെയാണ് കാണുന്നത്. അത് വലിയ കുഴപ്പമില്ല. ഇതും ഇൻറ്റേർണൽ ട്യൂണർ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് അടുത്തതിലേക്ക് നീങ്ങാം. ഇതിപ്പോൾ അതിൻ്റെ എക്സാക്റ്റ് കുറച്ചും കൂടെ ഇങ്ങോട്ട് നീക്കി നോക്കിയതാണ്. ഓരോ ആ ബാൻഡിൻ്റെ ബാക്കി റേഞ്ചിലൊക്കെ എവിടെയാണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് അതിൻ്റെ മിനിമം വരുന്നത് ശരിക്ക്. ഇനിയിപ്പോൾ നമുക്ക് 20 മീറ്റർ ബാൻഡിലേക്ക് പോകാം. അതിൻ്റെ ഇടയിലുള്ള ഹൈ കണ്ടു. 20 മീറ്ററിലാണ് അത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് വന്നത്. കുറച്ചുകൂടെ ലോവർ 14.150. അത് ബാൻഡിൻ്റെ ഒരു നല്ലൊരു റീജനാണ്. സാധാരണ നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു റീജനാണ് അവിടെ കാണിക്കുന്നത്. 14.150 മിനിമം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഫാൻ ഡൈപോളിന് ബെസ്റ്റ് പെർഫോമൻസ് കണ്ടിരിക്കുന്നത് അമേച്ചർ റേഡിയോ ബാൻഡ്സിൽ 20 മീറ്റർ ബാൻഡിനാണ്. അപ്പോൾ ഇനി വീണ്ടും തിരിച്ച് നമ്മുടെ 7 MHz 40 മീറ്റർ ബാൻഡിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ മിനിമം വന്നത്, ഏറ്റവും നല്ലത് വന്നത് 7.17 അപ്പർ എൻഡിലാണ് നല്ല ഉള്ളതിൽ ഭേദം. അത് തന്നെ 2 പോയിൻ്റ് സംതിങ് ഉണ്ട്. അപ്പോൾ അതും വെൽ ട്യൂൺഡൊന്നല്ല, അതും വർക്ക് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക് ഇൻറ്റേർണൽ ട്യൂണർ തന്നെ വേണം. അങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കാറ്. ഇതിപ്പോൾ വാല്യൂസാണ് നമുക്ക് കാണാവുന്നത്. 7.175 ബെസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ലോവർ ബാൻഡ് ഇപ്പോൾ നമ്മൾ 7055 വർക്ക് ചെയ്യുകയാണെങ്കിൽ SWR ഇതിലും കൂടുതലായിരിക്കും. നോക്ക് കുറച്ചും കൂടി നീക്കി കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ ബാൻഡിൻ്റെ പുറത്ത് പോയി. അപ്പോൾ അങ്ങനെയാണ് നാനോ വീനെ വെച്ചിട്ട് എവിടെയാണ് റെസൊണേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുന്നത്. പിന്നെ സിംഗിൾ ബാൻഡൊക്കെ ആണെങ്കിൽ നമുക്ക് ആ റെസൊണൻസ് പോയിൻറ്റിനനുസരിച്ചിട്ട് ആൻറ്റന കട്ട് ചെയ്ത് ചെറുതാക്കാം. കട്ട് ചെയ്യാറില്ല, നമ്മൾ മടക്കി വയ്ക്കാറാണ്. അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യണ ഒരു പീസ് എക്സ്ട്രാ ചേർക്കുകയും ചെയ്യാം.